എന്ന് കണ്ണൂർ DIG പരിശോധിക്കും. വിശദമായി നോക്കാം. കർണാടകയിലെ അങ്കോളയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനായി തെരച്ചിൽ തുടരുന്നു. അർജുനടക്കം 3 പേർക്കായാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. സംഭവസ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടേതടക്കം 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. പ്രദേശത്തെ 40% മണ്ണ് നീക്കം ചെയ്തു. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. പ്രദേശത്തെ 6 വീടുകൾ പൂർണ്ണമായും 10ലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. സർക്കാർ പ്രതിനിധികൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് അർജുന്റെ ഭാര്യ ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്ന് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു. രാവിലെ ഇന്നലെ വിളിച്ചപ്പോഴും എനിക്ക് റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നും റിങ് കിട്ടി ഞങ്ങൾക്ക്. രാവിലെ ഏട്ടന് ഫുള്ള് റിങ് അടിച്ചു. പക്ഷെ ആരും എടുത്തില്ല. അവിടുന്ന് പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണാണ്, എഞ്ചിൻ ഓണാണ് ഇന്നലെ രാത്രിയൊക്കെ വണ്ടി. സർക്കാരുകൾ സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്, അവിടുത്തെ സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ റെസ്ക്യൂ ഇപ്പോഴും സ്ലോ ആണ്. ഇന്നലെ നടന്ന അതേപോലെ തന്നെയാണ് ഇന്നും അവിടെ നടക്കുന്നത്. ഹിറ്റാച്ചി ഒക്കെ കുറവാണ്. ഒരു ഡിഫൻസ് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയുള്ള ഞങ്ങളെ ബന്ധുക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മണ്ണ് മാറ്റിയാലും സ്ലോ ആയിട്ടാണ്. മണ്ണ് മാറ്റുന്നൊക്കെ സ്ലോ ആണ്. അത് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അവർ വരണം. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഫോൺ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ? നഗരത്തിനടുത്തോ മറ്റോ ആണോ? നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ ആണ്. കുറച്ച് ഉൾഭാഗമാണ്. FIR അവർ സ്വീകരിച്ചിട്ടില്ല. FIR അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവര് പറയുന്നത്? PWD AE ആണ്. PWD AE അവിടെ ഉള്ളത് വണ്ടി വാഹന ഒഫീഷ്യൽ ഓഫീഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളുണ്ട്. അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സംഭവത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിനെ ഇതിനായി ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി അറിയിച്ചു. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ എന്നു പേരായിട്ടുള്ള ഒരു കോഴിക്കോട് സ്വദേശി, അദ്ദേഹത്തിന്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും അതിന്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് ശേഖർ കുര്യാക്കോസും ന്യൂസ് 18നോട് ഇതിനിടെ പ്രതികരിക്കുകയുണ്ടായി. വിവരങ്ങളുമായി കർണാടകയിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? നേരത്തെ 9 മണി വരെ മാത്രമേ ഈ തെരച്ചിൽ നടത്തുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ഈ രാത്രിയായ ഒരു സാഹചര്യമുണ്ട്. ലൈറ്റൊക്കെ ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ നേരത്തെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മഴ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ 9 മണിക്ക് തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കുമോ? എന്താണ് തീരുമാനം? കുടുംബം പക്ഷേ രാത്രി മുഴുവൻ തിരച്ചിൽ തുടരണം എന്ന് തന്നെ ആവശ്യവുമായി അവിടെ തുടരുകയാണല്ലോ. ആര്യ, തീർച്ചയായും തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ ലോറിയുടെ GPS സിഗ്നൽ കാണിച്ച ആ സ്ഥലത്താണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. അതായത് ഈ ലോറി GPS കണ്ട സ്ഥലം, അതിന് തൊട്ടടുത്തായി മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി ലൈറ്റ് ഉൾപ്പെടെ നേരത്തെ ഘടിപ്പിച്ചിരുന്നു. ആ ലൈറ്റൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ ഈ നമ്മളിപ്പോൾ അങ്കോള എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ മാറിയാണ് ഈ അപകടം നടന്ന സ്ഥലം. അവിടേക്കുള്ള എല്ലാവരെയും അവിടേക്കുള്ള പ്രവേശനം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ബന്ധുക്കളെ ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും കാരണം പറയുന്നത് ഇവിടെ അപകട സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ പോലും അത്തരം ഭീഷണി വകവെക്കാതെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രദേശത്ത് നിന്ന് മാറണം എന്നാണ്
എന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടുള്ളത്. ഏതായാലും ഇതിൽ ഏറ്റവും വലിയ ആശ്വാസം ഈ വെള്ളത്തിൽ ഏതായാലും ഒഴുക്കിൽപ്പെട്ടോ മറ്റോ അങ്ങനെ അത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ടില്ല എന്നൊരു സ്ഥിരീകരണം ലഭിച്ചു എന്നത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അതേ സ്ഥലത്താണ് ഉള്ളത്. പക്ഷെ വലിയ തോതിലുള്ള വലിയ മണ്ണ് ഈ കൂന തന്നെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ നിന്ന് മണ്ണ് മറ്റൊരു സ്ഥലത്ത്. ശരി ബൈജു, ഞാൻ ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ലോറി ഉടമ മനാഫ് നമുക്കൊപ്പം ചേരുകയാണ്. മനാഫ്, എന്താണ് നിലവിലത്തെ സാഹചര്യം? ഈ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ടോ? നേരത്തെ 9 മണിക്ക് നിർത്തും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് സാഹചര്യം? അത് മനാഫ് അല്ല, മനാഫിന്റെ ബ്രദറാണ്, അൽഫാണ്. ശരി, അൽഫ് പറഞ്ഞോളൂ. ഇപ്പം അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം രാത്രി മഴ പെയ്തപ്പോഴേ മഴ പെയ്തിട്ടില്ല, മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവര് നിർത്തിയിട്ടുണ്ട്. രാത്രി ദുഷ്കരാന്നാ പറയുന്നത്. അവിടെ ഇങ്ങനെ എപ്പോഴും മണ്ണിടിയുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോ ഉള്ളത്? അതാണ് ഒരു പ്രാവശ്യം ഇടിഞ്ഞെന്ന് പറഞ്ഞവര്. അതുകൊണ്ട് അത് ആ മണ്ണ് അങ്ങനെ ഇടിയുന്ന ഒരു സ്ഥലമൊന്നും അല്ല, പക്ഷെ മാക്സിമം മണ്ണ് ഒന്നും കൂടി ഇടിഞ്ഞു പോകുന്നു. ആ ഒരു കാരണം പറഞ്ഞാണ് ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷെ തെരച്ചിൽ തുടരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? ഓ, അപ്പോൾ എന്താണ് ഈ ഒരു സാഹചര്യമാണ് അവര് കാരണമായി പറയുന്നത് അല്ലേ? രാത്രിയാണ് പ്രശ്നം. രാത്രിന്റെ ഒരു പ്രശ്നമുണ്ട്. രാത്രി റിസ്ക് ആണെന്നാ പറയുന്നത് DIG-യിലെ. നേരത്തെ SP അവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ. അൽഫും മനാഫും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് SP പറയുന്നത്? രാത്രി മാക്സിമം കഴിയുന്നത് ശ്രമിക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ് ബാക്കിയുള്ളത് പ്രാർത്ഥിക്കാനാ പറയുന്നത്. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ലെവലിലാണ് പറയുന്നത്. ഇനിയിപ്പോ രാവിലെ 5 മണിക്ക് തുടങ്ങുന്നൊക്കെ പറഞ്ഞു രാവിലെ. നേരത്തെ മനാഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ ലോറിയുടെ ഷേപ്പിൽ മണ്ണ് കിടക്കുന്നു എന്ന തരത്തിലൊരു സൂചന നൽകിയിരുന്നു. അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? ഇല്ല, അതിനൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അൽഫ, ഒരു കാര്യം കൂടി, ഈ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ച് ഉള്ള പരിശോധനയാണോ ഇതുവരെ നടന്നത്? അത് ആദ്യം നടന്നു. നടന്നിട്ട് അവർക്ക് ആകെ 2 ഫൂട്ട് അതിന് നീളമേ ഉള്ളൂ. ഡിറ്റക്ട് ചെയ്യുന്ന മെഷീന്റെ ലെങ്ത് ആകെ 2 ഫൂട്ട് നീളമുള്ളൂ. ഒരു 10 ഫൂട്ടെങ്കിലും നീളമുള്ള സാധനം കൊണ്ട് ചെക്ക് ചെയ്താലുള്ള അത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ലൊക്കേറ്റ് ചെയ്ത ഭാഗത്ത് തന്നെയാണ് അവര് വൈകിട്ട് തിരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കര ഇരുടായപ്പോ നിർത്തിയതാ. എന്താണ് പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ അൽഫിനോടും അർജുന്റെ കുടുംബത്തോടും ഒക്കെ പറയുന്നത്? ഈ മണ്ണിനടിയിൽ തന്നെ അർജുൻ ഉണ്ട് എന്ന് തന്നെ അല്ലേ? അല്ല, അത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. ഇപ്പം പുള്ളിനിപ്പം വണ്ടിന്റെ ഇറങ്ങിയിട്ട് പുറത്തേക്കിട്ട് ഇറങ്ങിയിട്ട് ആ സമയത്താണ് എന്താ സംഭവിച്ചത് നമുക്കൊന്നും പറയാൻ പറ്റൂല. വണ്ടിന്റെ അകത്തുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അതെ. ഇപ്പം അൽഫും മനാഫും അതോടൊപ്പം അർജുന്റെ കുടുംബവും ഒക്കെ ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ടോ? ഇല്ല, നമ്മളിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അവന്റെ പുള്ളിയുടെ അനിയനുണ്ട്, എന്റെ അടുത്തുണ്ട്, അനിയനുണ്ട്, ലോറിന്റെ ഓണറുണ്ട്, മുബീൻ. അപ്പം ഒന്നുമില്ല, നിങ്ങളൊന്ന് ലൈവാക്കി വെക്കേ. കാരണം നാളെയും കൂടി ഉള്ളൂ നമുക്ക് സമയം. നാളെ ഒരു ടീം കേരളത്തിൽ നിന്ന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ, നമ്മൾ എന്തായാലും ഉറപ്പായും ഞങ്ങൾ മാധ്യമങ്ങൾ വാർത്തയോടൊപ്പം തന്നെ ഉണ്ടാവും. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാധ്യമങ്ങളുടെ ഈ വാർത്ത തന്നെയാണ് സഹായിച്ചത്. അതിനുശേഷമാണല്ലോ അവിടെ കാര്യക്ഷമമായി പ്രവർത്തനങ്ങളൊക്കെ നടന്നത് അല്ലേ അൽഫ? തീർച്ചയായും അതിനുശേഷം തന്നെയാണ് അത് ഇത്രയും ഒരു നമ്മൾ അതിലേക്കൊന്ന് നമ്മള് ഒരു കൺസിഡർ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ നിർത്തിവെക്കുന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? തൽക്കാലം തെരച്ചിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അവിടുന്ന് സംഘം പിന്മാറി തുടങ്ങിയോ? അല്ല, ഞങ്ങളെ അവിടുന്ന് വൈകിട്ട് ഒരു 2 മണിക്കൂർ മുന്നേ പോലീസുകാർ അവിടുന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ടൈം എത്രയായി? 9, 2 മണിക്കൂർ 2.5 മണിക്കൂർ മുന്നേ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ശേഷം നടന്ന റെസ്ക്യൂ എന്തൊക്കെ നടന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പോലീസ് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവര് ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. നാളെ രാവിലെ 5 മണിക്ക് ഇനിയും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് പറയുന്നതാണ്. ഇപ്പൊ എന്തായാലും ഇരുടായിരിക്കും, ചിലപ്പോ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടായിരിക്കും തുടങ്ങാം. എന്തായാലും രാവിലെ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ
തരാൻ പറ്റും. തീർച്ചയായും അൽഫ, ഒരു കാര്യം കൂടി, അതായത് നേരത്തെ നമുക്കറിയാം നമ്മളുടെ ഒരു അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യക്ഷമമായി ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അതിനുശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയായിരുന്നു പിന്നീടുള്ള രക്ഷാപ്രവർത്തനമൊക്കെ? നേരത്തെ നമുക്കറിയാം ഒരു 4 JCB ഒക്കെ വെച്ച് മാത്രം മണ്ണ് മാന്തുന്ന മന്ദഗതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. ഇപ്പോൾ ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു? JCB തന്നെയുള്ളൂ. അത് നമുക്ക് തീരെ തൃപ്തിയില്ലല്ലോ. അത് കാരണം എന്താന്ന് വെച്ചാൽ അത് ഒരു 4 മണിയാവുമ്പം അതിന്റെ മുകളിൽ 2 മാന്തല് മാന്തി പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു 6 മണി 7 മണിയാവുമ്പം കുറച്ച് ആളുകൾ വന്ന് രണ്ടാമതും ഇത് മാന്തി പിന്നെ അപ്പം തന്നെ നമ്മളെ പുറത്താക്കി പിന്നെ സ്റ്റോപ്പ് ചെയ്തെന്നുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതെ, അൽഫും മനാഫും അർജുന്റെ കുടുംബത്തോട് സംസാരിച്ചോ? വളരെ മോശമാണ് കാര്യം. അതെ അതെ, എങ്ങനെ എന്താ പറഞ്ഞേ? അർജുന്റെ കുടുംബത്തോട് സംസാരിച്ചോ? അവരെ കണ്ടോ അവിടെ വെച്ച്? അതാ അർജുന്റെ അനിയൻ എന്റെ അടുത്തുണ്ട് ഇപ്പോ. എന്താണ് അവര് പറയുന്നത് ഇപ്പോൾ ഈ തെരച്ചിൽ നിർത്തിയ സാഹചര്യത്തില്? അതാ വേണമെങ്കിൽ സംസാരിക്കാം. ഉറപ്പായും കൊടുത്തോളൂ. ഹലോ, ജിതിനാണോ ഈ സംസാരിക്കുന്നത്? ജിതിനല്ല, മുബീൻ, ട്രക്കിന്റെ ഓണറാണ് സംസാരിക്കുന്നത്. ശരി, ഇപ്പോ ഈ 9 മണിക്ക് ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിച്ചല്ലോ, അതിലൊരു തൃപ്തി ഇല്ല അല്ലേ? തൃപ്തിയില്ല ഞങ്ങൾക്ക്. ഇന്ന് എങ്ങനെയായാലും ഇവിടെ മഴ ഇല്ല. ഇപ്പൊ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ സമയം ഇപ്പം ഉച്ചയ്ക്ക് ശേഷം മഴ ഇല്ല. ഇപ്പോഴും നിലവിൽ മഴ ഇല്ല ഇവിടെ. ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ മഴ ഇല്ല ഇവിടെ. എന്നിട്ടും തെരച്ചിൽ നിർത്തിയ ഒരു സാഹചര്യം. ഇപ്പോഴും ഒരു ഉദാസീനതയാണല്ലേ ഈ രക്ഷാപ്രവർത്തനം? ഉദാസീനതയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇവര് എങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഓഫീസർമാര് IG അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാര് വരുമ്പോൾ മാത്രം ഇവര് പണിയെടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് നിർത്തിവെക്കും. പിന്നെ അത് കഴിഞ്ഞ് മെയിൻലി ഇവര് അന്ന് മുതൽ നമ്മൾ വന്ന അന്ന് മുതൽ തന്നെ ഒരു റോഡിലുള്ള മണ്ണ് മാത്രം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. പിന്നെ ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ന്യൂസും ഇതിലൊക്കെ വന്നപ്പോ സൈഡിലുള്ള കുറച്ച് മണ്ണ് ഒഴിവാക്കാൻ ഇടയ്ക്ക് ശ്രമിക്കും. എന്നിട്ട് ഈ ഓഫീസർമാർ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെയുള്ള ആ റോഡിന്റെ മുകളിലുള്ള മണ്ണ് മാത്രം മാറ്റാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഞങ്ങൾ അങ്കോല ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്താണ് ഞങ്ങളെ വണ്ടി ഉള്ളതെന്നാണ് നമ്മളെ അറിവ്. ആ ഭാഗത്തുള്ള മണ്ണ് എടുക്കുന്നില്ല ഇവര്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നോ? നമ്മൾ ഇത് ചോദിക്കുമ്പോ മറുപടി ഇതിപ്പോ എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ നല്ല സമാധാനിപ്പിക്കുകയെന്നല്ലാണ്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇനി ഇത് ഏതൊരു തരത്തിലൊരു ഊർജിതമായ ശ്രമം വേണമെന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം? ഞങ്ങളെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിലെ മെറ്റൽ ഡിറ്റക്ടറിന് ആകെ 1.5 ഫൂട്ടോ 2 ഫൂട്ടോ ഉള്ളിലുള്ള സാധനം മാത്രമേ കാണുള്ളൂ, അറിയാൻ സാധിക്കുകയുള്ളൂ അതില്. അപ്പോ ചുരുങ്ങിയത് ഒരു 6 ഫൂട്ട് 5 ഫൂട്ടിന്റെ ഉള്ളിൽ താഴ്ചയിലായിരിക്കും ഈ വണ്ടി ഉണ്ടാവുക. മണ്ണ് മൂടി കിടക്കുകയാണ് വണ്ടി. അപ്പൊ 6 ഫൂട്ടിന്റെ അത്യാവശ്യം ഒരു മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ കറക്റ്റ് മനസ്സിലാവുന്ന ഒരു മെറ്റൽ ഡിറ്റക്ടർ കിട്ടിയാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് ആ ഏരിയകളിൽ മാത്രം മണ്ണെടുത്താൽ മതി ശരിക്കും. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തകരുടെയും അധികാരികളുടെയും ഒക്കെ? അവര് പറയണത് ഈ മെറ്റൽ ഡിറ്റക്ടർ ആകെ 2 ഫൂട്ടേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ഒരു പരിശ്രമം ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് പുനരാരംഭിക്കുന്നതെങ്കിൽ അപ്പോഴും ഇതേപോലെ ഈ JCB മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ മാത്രമായിരിക്കുമോ നടക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? അവര് JCB യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ 4-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇത്രയും ദിവസങ്ങളിലായിട്ട് JCB ഉപയോഗിച്ച് മാത്രമുള്ള തെരച്ചിലുകൾ മണ്ണെടുക്കൽ മാത്രമേ അവിടെ നടക്കും. നാളെ ഇപ്പൊ അതന്നെയാണ് അവർ ചെയ്യാൻ പോകുന്ന കാര്യം. അതെ, ഇവിടെ നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഊർജിതമായ ഒരു പരിശ്രമം അവിടെ കണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും പക്ഷെ ആ ഒരു ഉദാസീനത അവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. അതെ, അതെ. എന്താണ് ഈ അർജുന്റെ കുടുംബം അവിടെ ഉണ്ടല്ലോ, ബന്ധുക്കളൊക്കെ, അവരെന്താണ് പറയുന്നത് ഈ ഘട്ടത്തില്? അവര് വളരെ നിരാശരായി നിൽക്കുകയാണ്. ഇവിടെയുള്ള ഇവരെ
സ്ലോ ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച മാതിരി ഞങ്ങൾ അവിടെ ആള് ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള ഒരു ഏകദേശം നമുക്ക് ലൊക്കേഷൻ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം എടുത്തുള്ള മണ്ണ് ഇടിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് എടുക്കാനുള്ള ഒരു ഇത് ഇല്ല. അതെ, അവിടെ ഈ രക്ഷാപ്രവർത്തകരുടെ എണ്ണത്തിലൊക്കെ ഒരു കുറവുണ്ടോ? കൂടുതൽ സംഘത്തിന്റെ ഒരു അനിവാര്യതയുണ്ടോ അവിടെ? തീർച്ചയായും അനിവാര്യമുണ്ട്. ഇവിടെ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. നേരത്തെ SP ഒക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ, നിങ്ങളോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? അവര് മണ്ണ് ഇനിയും ഇടിയും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ ഇനിയൊരു മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതെ, അതാണ് സാഹചര്യം അല്ലേ. പക്ഷെ ഈ ഒരു മണ്ണിടിച്ചിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, മണ്ണിടിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ കേരളത്തിലുള്ള നേതാക്കന്മാരോടോ മന്ത്രിമാരോടോ ഒക്കെ സംസാരിച്ചോ? ഇങ്ങനെ ഒരു ഉദാസീനതയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് പങ്കുവെച്ചോ അവരോട്? ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. ഹലോ, എന്താ ഇടപെടാമെന്ന് പറഞ്ഞോ? മറുപടി നൽകിയോ? അവര് കേരളത്തിലെ എല്ലാ നമ്മൾ അറിയിച്ച ആളുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട്. കർണാടക സർക്കാരിലെ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതെ, നേരത്തെ മന്ത്രി അടക്കം മാധ്യമങ്ങളോടും പറഞ്ഞത് അതാണ്. നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ നന്ദി മുബിൻ, ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും. അൽഫിനും നന്ദി. എന്തായാലും മുബിനും അൽഫും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഉദാസീനത തുടരുന്നു എന്നുള്ളതാണ്. വളരെ ആലസ്യത്തോടെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം തുടരുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് ഈ രക്ഷാപ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്ന മുബിനും ആൽഫും ഒക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ തരത്തിൽ അവർ പെരുമാറുന്നത്, അത്തരത്തിൽ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണാത്തത് എന്ന് അറിയില്ല. എന്തായാലും താൽക്കാലികമായി പ്രതികൂല കാലാവസ്ഥാ സാഹചര്യം, മണ്ണിടിയും എന്നുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നാളെ രാവിലെ 5 മണിക്ക് പുനരാരംഭിക്കുമെന്നുള്ളതാണ് കുടുംബത്തോടും ഉറ്റവരോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കടുത്ത അതൃപ്തിയാണ് കുടുംബത്തിനും ഈ ലോറി ഉടമ മനാഫിനും സഹോദരൻ അൽഫിനും ട്രക്ക് ഉടമ മുബിനും ഒക്കെ ഉള്ളത്. എന്തായാലും ഇടപെടുന്നുണ്ട് അധികാരികൾ എന്നുള്ളതാണ് അവരും പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കമുള്ള ഇടപെടലുണ്ട്. എന്തായാലും ആ ഒരു വിഷയം, ആ ഒരു അഭ്യർത്ഥന ഏത് തരത്തിൽ അവിടുത്തെ അധികാരികൾ പരിഗണിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും താൽക്കാലികമായി അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ പിന്മാറിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെയാണ് കാരണം പറയുന്നത്. അവിടെ നിന്നുള്ളവർ ഇപ്പോൾ അൽഫും മുബിനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കാര്യമായ രീതിയിൽ അത്തരത്തിൽ ഗൗരവത്തോടെ ഈ വലിയ അപകടത്തെ അവർ നോക്കിക്കാണുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ആര്യ, ആദ്യം 6 മണിക്ക് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വലിയ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് 9 മണിക്ക് വരെ ഉണ്ടാകും എന്ന് പറഞ്ഞത്. പിന്നീട് പുലരുന്നവരെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. ഇനി ആകെ പ്രതീക്ഷയുള്ളത് കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം 12 മണിയോടുകൂടി, രാത്രി 12 മണിയോടുകൂടി ഇവിടെ എത്തുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം നാളെ രാവിലെയോടുകൂടി ആരംഭിക്കും. അതാണ് ഇനി ഏറ്റവും പ്രതീക്ഷയുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ നമുക്കറിയാം 16-ാം തീയതിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അന്ന് വൈകിട്ട് വരെ മാത്രം രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാത്ത ഒരു അധികൃതരാണ്. പിന്നീട് ഈ കേരളത്തിൽ നിന്നും നിരന്തരം വാർത്തയും ഒപ്പം രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ നിരന്തര സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് എങ്കിലും കുറച്ചെങ്കിലും ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ തയ്യാറായത്. നേവി എത്തി പുഴയിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. പുഴയിൽ ഏതായാലും ഒഴുക്കിൽപ്പെട്ടിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണം ഇന്നാണ് അവർ നൽകുന്നത്. ഏതായാലും നാളെ രാവിലെയാണ് ഇനി പ്രതീക്ഷയുള്ളത്. നാളെ കേരളത്തിൽ നിന്നുള്ള സംഘം ഇവർക്കൊപ്പം തിരച്ചിൽ പങ്കുചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഇന്ന് തിരച്ചിൽ നിർത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9 മണിക്ക് ഇവർ കൃത്യം തിരച്ചിൽ നിർത്തിയിരിക്കുന്നു. ഇവർ പ്രധാനമായും പറയുന്നത് മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ട് എന്നാണ്. കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്, അപകടമാണ്, രക്ഷാപ്രവർത്തകരുടെ ജീവനും അത് അപകടമാവുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. ആര്യ, ശരി. KV ബൈജു ആണ് അങ്കോളയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും താൽക്കാലികമായി രക്ഷാപ്രവർത്തനം
അവിടെ നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ളൊരു സംഘം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെ 5 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള സംഘം കൂടി അതിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും അർജുനായി കാത്തിരിക്കുകയാണ് കേരളം. ശുഭപ്രതീക്ഷയാണ് ഇപ്പോഴും നമുക്ക് മുമ്പിൽ ഉള്ളത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വയനാട്ടിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതായി മുന്നറിയിപ്പുണ്ട്. 2 ആഴ്ച കൂടി മഴ തുടരുമെന്നും വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്ത് ഒരു ന്യൂനമർദ്ദം 19-ാം തീയതി രൂപപ്പെടുമെന്നും ആഗസ്റ്റ് 3 വരെ മഴയുടെ സാഹചര്യം ഉണ്ടാകുമെന്നും നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ന്യൂനമർദ്ദം ഇതിനകം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ നമുക്കതിനകത്ത് ഒരു പ്രയാസം കൂടി ഉണ്ടാകുന്നത് വടക്കൻ കേരളത്തിൻ്റെ തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പുതിയതായി ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ 2 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 3 വരെ മഴയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ശക്തമായ മഴയിൽ കോഴിക്കോട് കാരശ്ശേരിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ അടക്കമാണ് ഇടിഞ്ഞത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കി കരുണാപുരത്ത് മരം വീണ് വീട് തകർന്നു. വീട്ടുടമ ഇസ്മയിലിന്റെ ഭാര്യ അൻസൽക്ക് നിസാര പരിക്കുണ്ട്. മരം വീണതിനെ തുടർന്ന് ഷീറ്റ് പൊട്ടി അൻസലിനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അപകടം. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയിലാണ് തീരുമാനം. ഫെൻസിംഗ് ഇല്ലാത്ത ഇടങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുവാനും നിലവിലുള്ള സ്ഥലങ്ങളിൽ അവ പരീക്ഷിക്കുവാനും തീരുമാനമായി. വന്യജീവി ആക്രമണം മൂലം സംഭവിക്കുന്ന ആൾനാശത്തിനും കൃഷിനാശത്തിനും ഉടനടി സഹായധനം ഉറപ്പാക്കും. വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി വന്യജീവി പ്രതിരോധ സേന രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ നിർദ്ദേശവും പരിഗണിക്കും. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള അനുവാദം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേത്ര ഓഫീസിലെ ചിക്കൻ ബിരിയാണി സൽക്കാരത്തെ തുടർന്ന് സസ്യേതര ഭക്ഷണങ്ങൾ വിലക്കി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മതിലകം ഓഫീസ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസിലായിരുന്നു ബിരിയാണി സൽക്കാരം. സൽക്കാരത്തിന് നേതൃത്വം നൽകിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് ആരോപണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ ചികിത്സ കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് മടങ്ങി. 14 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. നേരത്തെ ആര്യവൈദ്യശാലയുടെ സ്നേഹോപഹാരം മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് സമ്മാനിച്ചു. ആര്യവൈദ്യശാല CEO കെ ഹരികുമാർ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷാന്ത് തുടങ്ങിയവരും ജീവനക്കാരും സന്നിഹിതരായിരുന്നു. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,660 രൂപ, പവന് 45,280 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.